ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ടു ബാംഗ്ലൂർ. ഇതെവിടെയാണെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമസഭാ മന്ദിരത്തിൻ്റെ മുന്നിലാണ് കേട്ടോ നമ്മളുള്ളത്. അതിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. വിധാൻ സൗധ, ബാംഗ്ലൂർ വിധാൻ സൗധ. കേട്ടിട്ടില്ലാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ വിധാൻ സൗധയുടെ മുന്നിലാണ്. നല്ല വെയിലുണ്ട് ഇപ്പോൾ. ആക്ച്വലി വളരെ ലൈറ്റ് അടിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെയിൽ ഒന്ന് പോകാൻ വേണ്ടി ഇവിടെ നിന്ന് നിന്നു. കുറച്ചായിട്ട് ഇടിയിരുന്നു. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിക്കാം. നമ്മുടെ ബാംഗ്ലൂരിലെ ഫേവറേറ്റ് ഫ്രൂട്ട് സലാഡ് ഉണ്ടല്ലോ, ഫ്രൂട്ട്സിനെ മിക്സ്. അത് 40-50 രൂപ കൊടുത്താൽ നമുക്ക് എന്തായാലും കഴിക്കാം. എല്ലാ ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് എന്ത് ചെയ്തു, കുറച്ച് നേരം നടന്നു. കബ്ബൻ പാർക്കിൻ്റെ സൈഡിലേക്ക് കൂടി നടന്നുകൊണ്ട് വിധാൻ സൗധ നമുക്കൊന്ന് കാണാം. വിധാൻ സൗധ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കബ്ബൻ പാർക്കിലേക്കും പോകാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെയിലിപ്പോൾ ഒന്ന് കുറഞ്ഞു. അപ്പം നമുക്കൊന്ന് വിധാൻ സൗധൻ്റെ അടുത്തേക്ക് പോകാം അല്ലേ. ബാംഗ്ലൂരിലെ നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയറ്റും പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് ആണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമസഭാ മന്ദിരത്തിൻ്റെ ബിൽഡിങ്ങുകളിൽ ഫസ്റ്റത്തെയാണ് ബാംഗ്ലൂരിലെ വിധാൻ സൗധ എന്ന് പറയുന്നത്. നഗരമധ്യത്തിൽ ഏകദേശം 60 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു നിർമ്മാണ വിസ്മയം തന്നെ നമുക്ക് പറയാം. കാരണം ഇതുപോലത്തെ ഒരു സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഈ ഒരു നിയമസഭാ മന്ദിരം വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റില്ല. അത്രയും വളരെ മനോഹരമായ രീതിയിൽ ചെയ്തതാണ്. പല രീതിയിൽ ദ്രാവിഡിയൻ, അതുപോലെ പല ടെമ്പിൾ സ്റ്റൈലിൽ, ആ ഒരു വ്യത്യസ്തമായ പല സ്റ്റൈലുകൾ മിക്സ് ചെയ്ത് കൊണ്ടെടുത്ത ഒരു വലിയൊരു നിർമ്മാണ രീതിയാണ് വിധാൻ സൗധ എന്ന് പറയുന്നത്. വിധാൻ സൗധയുടെ ഒരുപാട് ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ വേദിയായിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ വിധാൻ സൗധയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തി. നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. അകത്തേക്ക് പോകുകയാണെങ്കിൽ മുൻകൂട്ടി പാസ്സൊക്കെ വാങ്ങണം. അത് സുരക്ഷാ ക്രമീകരണം ഉള്ളതുകൊണ്ട് അകത്തേക്ക് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുറത്താണുള്ളത്. ആക്ച്വലി പുറത്ത് നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഓട്ടോറിക്ഷയിൽ ഒരു 20-30 രൂപ കൊടുത്താൽ ഇത് ചുറ്റി ഇവിടെ നമുക്ക് ചുറ്റി കാണിച്ചു തരും കേട്ടോ. ഇവിടെ പുറത്ത് വരുന്ന ഓട്ടോയിൽ ഒരു 20-30 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വിധാൻ സൗധ ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഞാനങ്ങനെ പോകാൻ നിന്നിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ മെയിൻ പ്രശ്നം ഇതാണ് വിധാൻ സൗധ. കണ്ടോ, അംബേദ്കർ റോഡാണ്. ഡോക്ടർ അംബേദ്കർ റോഡിലാണുള്ളത് വിധാൻ സൗധ ഉള്ളത്. ഇവിടെ ആക്ച്വലി ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്ന ഏരിയ ആണ് ഇത്. ഇതിൻ്റെ വേറെ രാഷ്ട്രം എന്ന് വെച്ചാൽ വിധാൻ സൗധയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളും 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. കാരണം കർണാടക രാഷ്ട്രീയം എപ്പോഴും മാറി പറഞ്ഞിരിക്കുന്നതാണ് നമുക്കറിയാം. കർണാടകയിൽ 5 വർഷം പൂർത്തീകരിച്ച ഏകദേശം ഒരു 2 പേരേ ഉള്ളൂ. ആ 2 പേരും ഇവിടെ നിന്നല്ല സത്യപ്രതിജ്ഞ ചെയ്ത്. അപ്പോൾ വിധാൻ സൗധയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളെയും 5 വർഷം കസേരയിൽ ഇരിക്കാൻ അനുവദിക്കില്ല എന്നാണ് കേൾക്കുന്നത്. കാരണം അത് അങ്ങനെയാണ്. വിധാൻ സൗധയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആരും 5 വർഷം തികച്ചിട്ടില്ല. അതിനു മുമ്പേ തന്നെ അവർക്ക് രാജിവെച്ച് പോരേണ്ടി വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയാണിത്. ഇത് ആക്ച്വലി 1956 ജവഹർലാൽ നെഹ്റു ആണിത് തറക്കല്ലിട്ടത്. ഒരു മൈസൂർ ശില്പി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹമാണ് ഇത് ഡിസൈൻ ചെയ്തത്, രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹം അമേരിക്കയും അതുപോലെ യൂറോപ്പിലുള്ള പല സ്ഥലങ്ങളിലേക്ക് പോയി പല നിർമ്മാണ രീതികളും കണ്ടു. പല ബിൽഡിങ്ങുകളും സ്ട്രക്ചറൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ടാണ് വിധാൻ സൗധ പോലുള്ള ഒരു വലിയൊരു ബിൽഡിങ്ങിന് അദ്ദേഹം നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചു എന്നുള്ളതാണ് കാര്യം. വിധാൻ സൗധയുടെ അടുത്ത് തന്നെയാണ് കബ്ബൻ പാർക്ക്. അപ്പോൾ ബാംഗ്ലൂരൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് വിധാൻ സൗധ കാണാം. അതിന് ജസ്റ്റ് 1 കിലോമീറ്റർ വെച്ച് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. കബ്ബൻ പാർക്കുണ്ട്. പിന്നെ വിധാൻ സൗധയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്കറിയാം ഹൈക്കോടതി ഉണ്ട്. ബാംഗ്ലൂർ ഹൈക്കോർട്ട് വരുന്ന നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. പിന്നെ ടെന്നീസ് ക്ലബ്ബ് ഉണ്ട്. ബാംഗ്ലൂർ ടെന്നീസ് ക്ലബ്ബൊക്കെ ഇതിൻ്റെ അടുത്തായിട്ട് വരുന്നത് തന്നെയാണ്. നല്ല ഗാർഡനും ചെയ്ത് അടിപൊളിയാക്കിയതുണ്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഹിസ്റ്ററി 1951 51 തറക്കല്ലിട്ടത്. ഏകദേശം 4-5 വർഷം എടുത്തു ഇത് പൂർത്തീകരിക്കാൻ. ഏകദേശം എന്താ പറയുക, 5000-ലധികം തൊഴിലാളികളുണ്ട്. അതുപോലെ കൽപ്പണിക്കാരുണ്ട്, ആശാരിമാരുണ്ട്, തടിപ്പണിക്കാരുണ്ട്. ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് കേട്ടത്.
അങ്ങനെ ഏകദേശം ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 40 മീറ്ററാണ്. 40 മീറ്റർ ഉയരത്തിൽ നിലനിൽക്കുന്ന ബിൽഡിംഗാണ് വിധാൻ സൗധ എന്ന് പറയുന്നത്. ഏകദേശം 300-ലധികം റൂമുകളുണ്ട് കേട്ടോ. 300-ലധികം റൂമുകളുണ്ട്. അതുമാത്രമല്ല, ഏകദേശം സർക്കാരിൻ്റെ 22 ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഗ്രാനൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള അകത്ത് സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റുകളുണ്ട്. ബാംഗ്ലൂരിൽ തന്നെ ഖനനം ചെയ്ത ഗ്രാനൈറ്റുകളാണ്. പിന്നെ അതുപോലെ മോടി കൂട്ടാൻ വേണ്ടി പല കല്ലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയതാണ് വിധാൻ സൗധ എന്ന് പറയുന്നത്. പിന്നെ തൊട്ടടുത്ത മെട്രോ ഉണ്ട് കേട്ടോ. നമുക്ക് മെട്രോ സ്റ്റേഷൻ വഴിയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെഡ്ഡിങ് ഫോട്ടോ, വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ എടുക്കാം. അല്ല, വീഡിയോ ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ പോലീസുകാരൊക്കെ അപ്പുറമുണ്ട്, ഒരു പരിധി വിടരുത് എന്നുള്ളതാണ് കാര്യം. പിന്നെ നമുക്ക് അകത്ത് കയറണമെങ്കിൽ പാസ് വേണം. ഇപ്പം അങ്ങനെ കയറാൻ പറ്റുന്നില്ല, അതാണ് വേറൊരു ഇഷ്യൂ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള വിധാൻ സൗധ എന്ന് പറയുന്നത്. അപ്പോൾ യു എൻജോയ് വിധാൻ സൗധ. വിധാൻ സൗധ ഞാൻ മുമ്പും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഇത് തന്നെയാണ്. സെക്രട്ടറി ഇത് തന്നെയാണ്. ദ്രാവിഡിയൻ അതുപോലെ പല രീതികളിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഏകദേശം ഇതിന് ചിലവ് $14 മില്യൺ എന്നാണ് പറയുന്നത്. 14.8 മില്യൺ അന്നത്തെ ചിലവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചിലവുണ്ട്. അന്ന് മൈസൂരിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അങ്ങനെ ഉണ്ട്. മൈസൂർ ഒന്ന് സംസ്ഥാനമായിരുന്നല്ലോ. മൈസൂരിൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങോട്ടേക്ക് മാറ്റി ഇന്ത്യയിലേക്ക് ലയിച്ചു. അങ്ങനെ മൈസൂരിൻ്റെ തലസ്ഥാനാക്കി മാറ്റി ബാംഗ്ലൂരാക്കി മാറ്റി. അങ്ങനെയാണ് ബാംഗ്ലൂർ വലുതായിട്ട് വരുന്നത്. അങ്ങനെ ബാംഗ്ലൂരിൽ ഒരു സെക്രട്ടേറിയറ്റ് നിയമസഭ വേണമെന്നുള്ളൊരു ആവശ്യം വന്നുകൊണ്ടാണ് അന്ന് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി എല്ലാവരും തുനിഞ്ഞിറങ്ങിയത്. അങ്ങനെ 4 വർഷത്തെ വളരെ 5000-ലധികം സ്റ്റാഫുകൾ തൊഴിലാളികളുടെയൊക്കെ വളരെ ഹാർഡ് വർക്കിൻ്റെ പരിശ്രമമാണ് ഈ നല്ല മനോഹരമായ നിർമ്മിതി എന്ന് നമുക്ക് പറയാം, വിധാൻ സൗധ. ഓക്കെ, എനിവേ നമുക്ക് ഇവിടുന്ന് പതുക്കെ മൂവ് ചെയ്യാം. ഇതിന് തൊട്ടപ്പുറത്ത് കബ്ബൻ പാർക്കുണ്ട്. അതും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ. കപ്പിൾസിനൊക്കെ പോയിരിക്കാം. ബാംഗ്ലൂരൊക്കെ വരുന്ന കപ്പിൾസിനൊക്കെ പോയിരുന്ന് സോറ പറയാൻ പറ്റിയ പാർക്കാണ്. ഇതാണ് കബ്ബൻ പാർക്ക് എന്ന് പറയുന്നത്. കബ്ബൻ പാർക്ക് 2-3 എന്താ പറയുക ഘട്ടങ്ങളായിട്ടാണ് ഉണ്ടാക്കിയത്. 2-3 സ്റ്റേജുകളുണ്ട്. ഇതൊരു സ്റ്റേജാണ് കബ്ബൻ പാർക്കിൻ്റെ. നമുക്ക് ഈ പാർക്കിൻ്റെ ആ സൈഡിലെ കൂടി എല്ലാം വണ്ടിയൊക്കെ പോകുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല രസമായിട്ട് അതിലെ കൂടി കാറും വണ്ടികളൊക്കെ പോകുന്നതാണ്. അതിൻ്റെ അപ്പുറം വേറെ 2 പാർക്കുണ്ട്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം.
അപ്പോൾ നമ്മൾ ആ ഫസ്റ്റത്തെ പാർക്ക് ഇറങ്ങി ഈ റോഡ് കഴിഞ്ഞാൽ വേറെ രണ്ടാമത്തെ പാർക്കാണ്, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പാർക്കാണ്. ഇത് കുറച്ചും കൂടി നല്ല മനോഹരമായ പാർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ആൾക്കാരും കുറവാണ്. നല്ല അടിപൊളി ലേ ഔട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഗാർഡൻ, നല്ല രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്ത് അടിപൊളി പാർക്ക്. സോ ഞാനിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഈ പാർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ വെരി ബ്യൂട്ടിഫുൾ പാർക്ക്. സോ യു എൻജോയ്. ഓക്കെ.